അഗ്നിയാണ്. തീപ്പൊരി ചെറുതായിട്ടുള്ള തീപ്പൊരി ഇട്ട് കഴിഞ്ഞാൽ അത് വലിയ അഗ്നിയായി തീരും ഈ കക്ഷത്തിൽ ചെറിയ പുൽക്കാടിന്. അതേപോലെ തന്നെയാണ് പ്രതിപക്ഷമാകുന്ന കക്ഷം. അത് ചെറിയ പുൽക്കാട് പ്രതിപക്ഷം. അത് രാമനാകുന്ന ആ പ്രതിപക്ഷത്തിൻ്റെ കക്ഷത്തിന് ശിഖിയായിട്ടുള്ള ആളാണ് രാമൻ. പ്രതിപക്ഷമാകുന്ന കക്ഷത്തിന് ശിഖിയ അനലിനാണ് രാമൻ എന്ന് പറയാൻ. കാരണം അത്ര ഭയങ്കര പരാക്രമശാലിയായിട്ടുള്ള ആളാണെന്ന് ഞാൻ കുറച്ച് നേരത്തെ പ്രയോഗം കൊണ്ട് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. അങ്ങനെയുള്ള രാമനായിക്കൊണ്ട് മൈഥിലിയും ദാസ്യാമി വാ. മൈഥിലിയെ ദാനം ചെയ്യാണോ കൊണ്ട് എന്താ വാച്ചാൽ അതാണോ അതല്ലാണ്ട് ഒന്നും എന്തുണ്ടതാണ് രണ്ടെണ്ണമാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, മൈഥിലിയെ ദാനം ചെയ്യാം, സീതയെ കൊടുക്കുക. അതല്ലേ ഭേദം. എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല. കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം കാട്ടിൽ നിന്ന് കിട്ടി ആണെങ്കിൽ അങ്ങനെയല്ല. ഈ സ്ത്രീരത്നമൊക്കെ രാജാക്കന്മാരെ രത്നം എന്ന് വെച്ചാൽ മുഖ്യൻ്റെ സ്വന്തം അപ്പകരെയാണ് വെച്ചിട്ടുള്ളത്. അതപ്പോൾ അതിനെപ്പറ്റി മൗനാണല്ലോ. തട്ടിക്കൊണ്ടുപോയി തരാണ്ട് തട്ടിക്കൊണ്ടുപോയി രത്നം എവിടേക്ക് കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി, എപ്പോൾ കൊണ്ടുപോയി, എവിടേക്ക് കൊണ്ടുപോയി, ആരാൽ കൊണ്ടുവരപ്പെട്ടു, ഇതൊന്നും ഇപ്പോഴും തീരുമാനമായിട്ടില്ല. രത്നം മുഖ്യനായിട്ടുള്ളത് എൻ്റെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ സ്ത്രീരത്നമാണ് ആ സീത. ആ സീത തൻ്റെനെയാണ് വിദ്യാലയത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ സ്ത്രീരെ സുന്ദരി എന്ന് വെച്ചാൽ സുന്ദരി